ഷോൺ, മുനമ്പത്ത് ഞങ്ങൾ ജനസഭ സംഘടിപ്പിച്ചപ്പോൾ അന്ന് അതിൽ പങ്കെടുത്ത മുജീബ് റഹ്മാൻ ആ ജനസഭയിൽ എത്തിയ ആളുകളെ സാക്ഷിയാക്കി പറഞ്ഞത് ഒരാളെയും ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്നാണ്. പിന്നെ ഇതേ വിഷയത്തിലൊരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ സ്വരം മാറ്റി അദ്ദേഹം ആണ് ചാനൽ ചർച്ചയിൽ ആദ്യമായിട്ട് പറഞ്ഞത് മുനമ്പത്തുകാർ കയ്യേറ്റക്കാരാണ് എന്ന്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തോ അതാണ് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീറും ഏറ്റുപിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, വഖഫ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ശക്തമാക്കും എന്നാണ് സക്കീർ പറഞ്ഞിരിക്കുന്നത്. മുനമ്പത്തിപ്പം നടക്കുന്നത് കയ്യേറ്റം മറച്ചു വെക്കാനുള്ള ശ്രമമാണ്. കയ്യേറ്റക്കാർക്ക് ജാതിയും മതവും ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മാത്രമല്ല, കയ്യേറ്റക്കാർ ആരായാലും വഖഫ് ബോർഡ് മതം നോക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നതിന് കൃത്യമായ രേഖകളുണ്ട്. ഇഷ്ടദാനമെന്ന ഫാറൂഖ് കോളേജിൻ്റെ വാദം തെറ്റ്. ഷോണെ, ഇനിതാ അടുത്ത ആഴ്ച SDPI പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കും എന്താ തോന്നുന്നത് താങ്കൾക്ക്? എനിക്ക് പറയാനുള്ളത്, ഇത്രയും ആവേശത്തോടുകൂടി ഈ വഖഫ് ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സക്കീർ മുജീബ് റഹ്മാനോട് പറയാനുള്ളത്, MK സക്കീറിനൊരു അഡ്രസ്സ് കൊടുക്കണം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന CPMന്റെ നേതാവ് കൂടിയായ ഒരു ഇസ്ലാം മതവിശ്വാസിയായ ME ഹസൈനാർ, അദ്ദേഹത്തിന്റെ 1 ഏക്കർ 14 സെന്റ് സ്ഥലം, ഇപ്പൊ അവിടെ മുഴുവൻ കെട്ടിടങ്ങളാണ്. 2016 യഥാർത്ഥ വഖഫാട്ടോ, അതായത് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത ME ഹസൈനാറുടെ ഉമ്മായുടെ വാപ്പ യഥാർത്ഥത്തിൽ രേഖാമൂലം വഖഫ് ചെയ്തു കൊടുത്ത പ്രോപ്പർട്ടി മക്കളും കൊച്ചുമക്കളുമായി കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നു. 2016 കേരള ഹൈക്കോടതി വിധി അനുസരിച്ചും ട്രിബ്യൂണലിന്റെ വിധിയും അനുസരിച്ചും അത് ഏറ്റെടുത്ത് വഖഫ് ബോർഡിന്റെ പേരിൽ കൂട്ടി സ്വന്തമാക്കണമെന്ന് ഓർഡർ വന്നിട്ട് ഇപ്പോൾ 9 വർഷമായിരിക്കുന്നു. ഈ അഡ്രസ്സ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, വേണമെങ്കിൽ അങ്ങ് ബന്ധപ്പെട്ടാൽ ഞാൻ എൻ്റെ രേഖകളും ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുള്ള ഉത്തരവും അതുപോലെ ട്രിബ്യൂണൽ ഉത്തരവും എല്ലാം ഞാൻ രേഖ മുഴുവൻ കൈമുറാം. അതായത് ഏറെക്കുറെ ഈ മുനമ്പത്തുകാരുടെ മൊത്തം വസ്തുവിന്റെ അത്ര തന്നെ വില വരും ആ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ടൗണിൽ കിടക്കുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ആ ഭൂമിക്ക്. അപ്പൊ അത്തരം ഭൂമിയും കൂടെ ഒന്ന് ഈ കൂടെ മുനമ്പത്തുകാരെ നമുക്ക് ഇറക്കി വിടണമല്ലോ. അപ്പൊ ആ കൂടെ ഈ പറയുന്ന ഇത്തരം അങ്ങനെ ഒരു 30ഓളം കേസുകൾ കേരളത്തിലുടനീളം ഞാൻ തരാം. മാത്രമല്ല, ഇപ്പോ വഖഫ് സ്വത്തുക്കള്, ഇപ്പൊ മുനമ്പത്തിന്റെ കാര്യം നമുക്കറിയാം. വഖഫ് സ്വത്തുക്കള് അന്യാധീനപ്പെട്ടു പോയ ഏറെക്കുറെ 30,000-ലധികം കേസുകൾ ഇന്ത്യ മൊത്തമുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, തോക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിൽ, തോക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു യുദ്ധത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ ശ്രമിക്കുന്നത് ഈ യുദ്ധം ജയിക്കുക എന്നുള്ളതല്ല. ഈ യുദ്ധത്തിന്റെ അവസാനം നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിലൂടെ ഈ രാജ്യത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള വലിയ ഗൂഢലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്. അത് ഇനി പറയാതെ പോകാൻ കഴിയില്ല. SDPI സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. SDPI സമരം പ്രഖ്യാപിച്ചിരുന്നത് ആർക്കെതിരെയാണ്? വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയാണ്. സാധാരണ എല്ലാ കാലം, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഈ ചാനൽ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാലത്തും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏതു നിയമത്തെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കുന്ന നിങ്ങൾക്ക് ഈ നിയമത്തിന്റെ കാര്യം വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ദൃക്സാക്ഷിയെ പോലെ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു ചൂണ്ടുപലകയായി മുനമ്പം നിന്നത് കൊണ്ട് തന്നെ കേരള സമൂഹത്തിൽ ജാതിമത ചിന്തകൾക്കപ്പുറത്ത് ഇത് ഒരു കയ്യേറ്റമാണെന്നും ഈ വഖഫ് എന്ന ആക്ട് 95-ഉം 2013-ലെ ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. എന്നോട് പല ഇസ്ലാം സഹോദരങ്ങൾ പറഞ്ഞു, ഭേദഗതിയല്ല, ഇത് ശരിക്കും ഈ ആക്ട് തന്നെ മാറ്റിക്കളയേണ്ടതാണ് എന്നാണ് നല്ല ശതമാനം മുസ്ലിം അഭിഭാഷകരും ഇത് പഠിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഇപ്പൊ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതിന്റെ മറുവശം, നിങ്ങൾ സർവേ നടത്തിയിട്ടില്ല. അത് നിങ്ങൾക്കൊരു വലിയ പരാജയമാണ്. അതാണ് നിങ്ങൾക്ക് ഇപ്പൊ സർവേ നടത്തണമെന്നുള്ള നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ഒരു കാര്യം മാത്രം ചോദിച്ചു കൊള്ളട്ടെ. ഭരണഘടനാ വിരുദ്ധമാണെന്ന് എന്നെ ഈ ചർച്ച കേൾക്കുന്ന സാധാരണക്കാരായ ഈ ചർച്ച കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ ഒരു പ്രൈവറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി നമ്മൾ കൈവശം വെച്ചാൽ 12 വർഷം കൈവശം വെച്ചാൽ അത് നമ്മുടേതാവും, ഇല്ലേ? അത് ആർക്കും സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു സർക്കാർ ഭൂമി
കൈവശം വെച്ചാൽ 30 വർഷത്തോളം നമ്മുടെ കൈവശം വെച്ചാൽ അത് ആ വ്യക്തിയുടേതായി മാറും. അത് അഡ്വേഴ്സ് പൊസഷനാണ്. അങ്ങനെ ആ പൊസഷൻ നമുക്ക് ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 107 അനുസരിച്ച് ആ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുന്ന ഏതൊരു ഇന്ത്യൻ പൗരന്റെയും അവകാശത്തെ പൂർണ്ണമായും എടുത്തു കളഞ്ഞിരിക്കുന്നു. അത് വഖഫ് ഭൂമികൾക്ക് ബാധകമല്ല. ഈ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ പൂർണ്ണമായും ആ സെക്ഷൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ വഖഫിന്റെ ഇപ്പോ അധികം ഒന്നും വേണ്ട. ഇപ്പോ അങ്ങ് പറഞ്ഞ പോലെ തന്നെ മുജീബ് റഹ്മാൻ പറഞ്ഞ പോലെ തന്നെ 91 വരെയുള്ള ആളുകൾ 91 വെച്ച് ബാക്കിയെല്ലാം പുറകോട്ടുള്ള നിങ്ങൾ അങ്ങ് ബോണസ് ആയിട്ട് എടുത്തു. 91 ശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടം മാത്രം എടുത്താൽ അവർക്ക് അഡ്വേഴ്സ് പൊസഷൻ, അവർക്ക് കുടികിടപ്പ് അവകാശമുണ്ട്. അവരുടെ കൈവശമുള്ള ഭൂമിയാണ്. ഇത് 1-2 125 വർഷത്തെ കുടികിടപ്പ് അവകാശമുള്ള ഒരു ജനതയാണ് നിങ്ങൾ ഇറക്കി വിടുന്നു പറയുന്നത്. അവിടെ നിങ്ങൾ ഇതേ ചാനൽ ചർച്ചയിൽ മുനമ്പംകാരെ ഞങ്ങളെ കുടിയെടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് ആവശ്യമില്ല. 114 ഏക്കർ സ്ഥലം, ബാക്കിയുള്ള സ്ഥലം എവിടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അച്ഛനോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല, മുജീബർ അറിയാം. കാരണം അത് കടലിലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തിലും 1950 ഡീഡിൽ പോലും കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ വസ്തു അവശേഷിക്കുകയാണെങ്കിൽ ആ പ്രതിഭാസം അവിടെ അതിനു മുമ്പേ ഉണ്ടായിരുന്നു. അതായത് സിദ്ദിഖ് സേഠിന്റെ രേഖയിൽ തന്നെ ഈ വസ്തു അവശേഷിക്കുകയാണെങ്കിൽ എന്ന് കൃത്യമായി പറഞ്ഞത് വലിയ രീതിയിലുള്ള കടലേറ്റമുള്ള പ്രദേശമാണ്. 300ഓളം ഏക്കർ സ്ഥലം കടലിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ അതെവിടെ കാണണം? അപ്പോ ഇതെല്ലാം ഈ വസ്തുതകളൊക്കെ നിലനിൽക്കെ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് പാർലമെന്റിൽ ഈ നിയമം വരുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയ ഉദ്ദേശം നിങ്ങൾക്കുണ്ട്. അവിടെ സ്വന്തം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ കടമപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വൈദികനെ നിങ്ങൾ വർഗീയവാദിയാക്കുന്നു. അതിനുവേണ്ടി സംസാരിക്കുന്ന സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ പാർട്ടിയുടെ നയത്തിനൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ആ വിഷയം ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരനെ കുറിച്ച് ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വഖഫ് ബോർഡിന് വേണ്ടിയും വഖഫ് ബോർഡിന്റെ വഖഫ് ആക്ടിനെതിരായും അതുപോലെ ഭേദഗതി നിയമം അനിവാര്യമാണെന്ന് പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാകുന്നു. എന്താണ്? ഭരണഘടനയ്ക്ക് മുകളിലാണ് ഈ നിയമം എന്ന് നമുക്ക് 100 കാര്യങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഈ വഖഫ് ഭേദഗതി നിയമം ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം. ഇപ്പോഴുള്ള കുത്തഴിഞ്ഞ സംവിധാനങ്ങൾ മാറ്റം വരണം. 1,20,000 കോടി രൂപയുടെ സ്വത്ത് വഖഫിനുണ്ട് എന്ന് നിങ്ങൾ തന്നെ നിയമിച്ചിട്ടുള്ള സച്ചാർ കമ്മിറ്റി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുവഴി വഖഫിന് ഒരു വർഷം 10,000 കോടി രൂപയിലധികം വരുമാനമുണ്ടാകണം. ഇപ്പോ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 2023-24 മാത്രം വഖഫ് ബോർഡിന്റെ ആകെ വരുമാനം 91 കോടി രൂപയാണ്. ഇതൊക്കെ പാർലമെന്റിലെ രേഖകളിലുള്ളതാണ്. അപ്പോൾ ഇത് മോട്ടിക്കാൻ വേണ്ടി കുറെ ആളുകൾ പോകുമ്പോൾ അതിന് കൃത്യമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുക, അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്നത് തെറ്റാണോ? എന്നോട് ഒരു പ്രിയ സഹോദരൻ, ഞാൻ അതും കൂടെ പറയാം, എന്നോട് പ്രിയ സഹോദരൻ ഇസ്ലാം സഹോദരൻ എന്നോട് ഒരു അഭിഭാഷകനാണ്, എന്നോടൊരു നിർദ്ദേശം പറഞ്ഞു. ഞാൻ കിരൺ റിജുവിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ മുനമ്പം വിഷയമായി ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ആക്ട് പ്രകാരം ഒരു രജിസ്ട്രേഷൻ, വസ്തുക്കളുടെ രജിസ്ട്രേഷൻ വരുമ്പോൾ പഴയ ആരാധനാലയങ്ങൾ 10, 50, 70 വർഷം പഴക്കമുള്ള മുസ്ലിം ആരാധനാലയങ്ങളുണ്ട്. അതിനൊന്നും രേഖകൾ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ എന്നൊരു പ്രൊസീജിയർ വരുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഞങ്ങളുടെ സമുദായത്തിൽ സൃഷ്ടിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ ഒരു നല്ല നിർദ്ദേശം ഒരു ഇസ്ലാം അഭിഭാഷകൻ എന്നോട് പറഞ്ഞതാണ്. അങ്ങ് ഇത് പറ്റുമെങ്കിൽ പരിഗണിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ഇത് ഈ രജിസ്ട്രേഷനിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ല മനസ്സോടുകൂടി, ദാറ്റ്സ് എ ഗുഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അത് നല്ലൊരു നിർദ്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സസന്തോഷം, നമ്മൾ ഒരിക്കലും മതത്തിനെതിരല്ലല്ലോ, നമ്മൾ തീർച്ചയായിട്ടും അത് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ച ഒരു ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ഒരു ബില്ലാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത് ഒരു സമുദായത്തിനെതിരല്ല. നിങ്ങളിത് എത്ര സമുദായത്തിനെതിരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും അത് വിവരമുള്ള ഇസ്ലാം സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ കാലത്തും നിങ്ങൾ ന്യൂനപക്ഷത്തിന്റെ കവറിൽ നിങ്ങൾ കൂട്ടുപിടിക്കുന്ന ഒരു സമുദായമായിരുന്നു ക്രൈസ്തവ സമൂഹം. അത് കൃത്യമായി ഈ മുനമ്പം വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി സഭാപിതാക്കന്മാരും സഭയും CBSIയും സിനഡും
അതുപോലെ KCBC ഒക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത് ജോഷി മേയർലസിനെ പോലെയുള്ള വൈദികർ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ സഭയ്ക്കും സഭയുടെ മേലധികാരികൾക്കും നൽകി. അവരെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അവരെല്ലാം ഒരു നിലപാടിലെത്തിയും അത് ഓപ്പണായി CBSE കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ മുഴുവൻ സഭകളുടെയും അപ്പെക്സ് ബോഡിയാണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അതുപോലെ KCC കാത്തലിക് കൗൺസിൽ ഓഫ് ചർച്ചസ്, ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഈ വഖഫ് ഭേദഗതി ആവശ്യമാണെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ലോകമുള്ളവർ ഇട്ട അച്ഛന്മാരെ കാണുമ്പോൾ നിങ്ങളുടെ പ്രശ്നം അത് ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല.